ഹായ് കൂട്ടുകാരെ, നമ്മുടെ ഭർതൃഹരി അനുജൻ വിക്രമാദിത്യനെ ഭരണ ചുമതലയേൽപ്പിച്ച് കൊട്ടാരത്തിനോടും പത്നിമാരോടും യാത്ര പറഞ്ഞ് ഭൗതിക സുഖങ്ങളിൽ വിരക്തനായി അദ്ദേഹം സന്യാസവൃത്തി സ്വീകരിച്ച് നാഗപുര ദേശത്തു നിന്നും വിട്ടുപോവുകയാണ്. നാഗപുര ദേശത്തിൻ്റെ സർവോത്മകമായ പുരോഗതി ലക്ഷ്യമാക്കി മാതൃക ഭരണം കാഴ്ചവെക്കാൻ അനുജൻ വിക്രമാദിത്യന് കൽപ്പന നൽകിയിട്ടാണ് ഭർതൃഹരി കൊട്ടാരം ഉപേക്ഷിച്ച് തീർത്ഥാടനത്തിന് ഇറങ്ങിയത്. വിക്രമാദിത്യൻ ജ്യേഷ്ഠന്റെ ആജ്ഞ തലകുനിച്ച് സ്വീകരിച്ചു. തൻ്റെ സഹോദരൻ ഭട്ടിയെ മന്ത്രിയാക്കി അദ്ദേഹം രാജാവായി കുറഞ്ഞ കാലം കൊണ്ട് മികച്ച ഭരണാധികാരി എന്ന പേര് സമ്പാദിക്കാൻ നമ്മുടെ വിക്രമാദിത്യന് കഴിഞ്ഞു. അത് പിന്നെ നമുക്കറിയാലോ അല്ലേ, വിക്രമാദിത്യനെ പറ്റി കേൾക്കാത്തതാരുണ്ട്? അങ്ങനെ നാഗപ്രദേശത്തിൻ്റെ പേരും പെരുമയും അന്യദിക്കുകളിലേക്കും വ്യാപിച്ചു. ഒരു നാൾ വിക്രമാദിത്യൻ തൻ്റെ അനുജനും മന്ത്രിയുമായ ഭട്ടിയോട് ഇങ്ങനെ പറഞ്ഞു: ഭട്ടി, കലിംഗ നാടിൻ്റെ വലിപ്പത്തിനും സമൃദ്ധിക്കും അനുസരിച്ച് തലസ്ഥാന നഗരിക്ക് സൗകര്യങ്ങൾ അത്ര പോരാ. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. നിനക്കും അങ്ങനെ തോന്നുന്നില്ലേ ഭട്ടി? ഭട്ടിയും സമ്മതിച്ചു. തൊട്ടടുത്ത ദിവസം തന്നെ ഭട്ടി കലിംഗദേശത്തിനു വേണ്ടിയുള്ള നഗര നിർമ്മാണത്തിന് പറ്റിയ സ്ഥലം അന്വേഷിച്ച് യാത്രയായി. എല്ലാം ഒത്തിണങ്ങിയ സ്ഥലം കണ്ടുപിടിക്കുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല. മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ നിരാശനായി ഭട്ടി മടക്കയാത്രയ്ക്ക് ഒരുങ്ങി. ഏറ്റ കാര്യം നടത്താൻ പറ്റാതെ വന്നതിൽ ഭട്ടിക്ക് വലുതായി വിഷമം തോന്നി. മടങ്ങിച്ചെന്ന് മഹാരാജാവിനോട് എന്താണ് പറയുക? വന്ന വഴിയായിരുന്നില്ല ഭട്ടിയുടെ മടക്കം. പുതിയൊരു വഴിയിലൂടെ കാടും മലയും ചുറ്റി അവസാനം അദ്ദേഹം വനജഗിരി എന്ന പർവ്വതത്തിൻ്റെ താഴ്വരയിൽ എത്തി. നിരപ്പായ പ്രദേശമായിരുന്നു അത്. രമ്യവും ശാന്തവുമായ അന്തരീക്ഷം, നടുവിൽ ഒരു ആൽമരവും. ആ ദേശത്തോട് ചേർന്ന് ഒരു ഭഗവതി ക്ഷേത്രവും കൂടെ കണ്ടപ്പോൾ ഭട്ടിയുടെ മനസ്സ് ആകെ സന്തോഷത്താൽ നിറഞ്ഞു. ക്ഷേത്രത്തിനപ്പുറം അതിസുന്ദരമായ രീതിയിൽ സുമംഗല നദി ഒഴുകുന്നു. നല്ല ക്ഷീണമുണ്ടായിരുന്നതിനാൽ നദിയിൽ ഇറങ്ങി ഒന്ന് കൈയും കാലും ഒക്കെ കഴുകി 2 കവിൾ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോൾ ഭട്ടിയുടെ ക്ഷീണം പമ്പ കടന്നു. വേഗം പുഴയിൽ കുളിച്ചിട്ട് അടുത്ത് കണ്ട ക്ഷേത്രത്തിലേക്ക് അദ്ദേഹം നടന്നു കയറി. തൊഴുതിട്ട് പ്രദക്ഷിണം ചെയ്തപ്പോഴാണ് വലിയൊരു കരിങ്കൽ തൂണ് അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെട്ടത്. അതിലെന്തൊക്കെയോ അക്ഷരങ്ങൾ കുറിച്ചിട്ടുണ്ട്. ആകെ പൊടി പിടിച്ചിരിക്കുന്നതിനാൽ ഒന്നും മനസ്സിലാവുന്നില്ല. അദ്ദേഹം ആ പൊടിയെല്ലാം തട്ടി മാറ്റി. എന്നിട്ട് ആ അക്ഷരങ്ങൾ വായിച്ചെടുത്തു. നദിക്കരയിലെ വലിയ വൃക്ഷത്തിൽ വട്ടത്തിൽ കെട്ടിയിട്ട 7 ഉറികളുണ്ട്. ആ മരത്തിൽ കയറി നോക്കിയാൽ നദിയുടെ മധ്യത്തിൽ നാട്ടി നിർത്തിയ ശൂലം കാണാം. ഒറ്റ വെട്ടിന് ആ ഉറികൾ 7 മുറിക്കണം. എന്നിട്ട് ഒറ്റ ചാട്ടത്തിന് നദീ മധ്യത്തിലുള്ള ശൂലത്തിൽ തല കീഴായി വന്നു പതിക്കണം. ആ ക്ഷണം ഭദ്ര ഭഗവതി പ്രത്യക്ഷയാവുകയും സർവ്വ അഭീഷ്ടങ്ങളും സാധിച്ചു കൊടുക്കുകയും ചെയ്യും. ആ സാഹസികന് ചക്രവർത്തി പദവും ലഭിക്കും. ഇതായിരുന്നു തൂണിലെഴുതിയിരുന്നത്. ഭട്ടി 2-3 പ്രാവശ്യം വായിച്ചു. പിന്നെ ആ നദീതീരത്തുള്ള മരത്തിന് സമീപം പോയി നോക്കി. സത്യമാണ്, വൃക്ഷത്തിൽ 7 ഉറികൾ ചക്രം പോലെ തൂക്കിയിട്ടിരിക്കുന്നു. നദീ മധ്യത്തിൽ വെള്ളത്തിന് മീതെ ശൂലവുമുണ്ട്. കുറേ നേരം നോക്കി നിന്ന ശേഷം ഭദ്രാദേവിയെ തൊഴുത് അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിച്ചിട്ട് ഭട്ടി മടങ്ങിപ്പോയി. ഇതേ സമയം നമ്മുടെ വിക്രമാദിത്യ രാജാവ് വളരെയേറെ സങ്കടത്തിലായിരുന്നു. കാരണം തൻ്റെ സഹോദരനായ ഭട്ടി തലസ്ഥാനത്തിന് പറ്റിയ സ്ഥലം അന്വേഷിച്ചു പോയിട്ട് മാസങ്ങളായി. യാതൊരു വിവരവുമില്ല. വിക്രമാദിത്യൻ വളരെ ആകാംക്ഷയോടെ ഭട്ടിയെ കാത്തിരുന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം വിക്രമാദിത്യ രാജാവ് തൻ്റെ മട്ടുപ്പാവിലൂടെ ഉലാത്തുമ്പോഴാണ് ഭട്ടി അതാ കുതിരപ്പുറത്ത് കയറി ദൂരേന്ന് വരുന്നു. രാജാവിന് സന്തോഷമായി. വിക്രമാദിത്യ രാജാവ് ഓടിച്ചെന്ന് തൻ്റെ സഹോദരനായ ഭട്ടിയെ കെട്ടിപ്പിടിച്ച് തൻ്റെ സന്തോഷം അറിയിച്ചു. അങ്ങനെ അവരുടെ സ്നേഹപ്രകടനങ്ങളെല്ലാം കഴിഞ്ഞ് കുശലാന്വേഷണങ്ങൾക്കിടയിലാണ് ഭട്ടി താൻ കണ്ട ആ മനോഹരമായ സ്ഥലത്തെക്കുറിച്ചും ആ ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രത്തിൻ്റെ തൂണിലെഴുതിയ കാര്യങ്ങളുമെല്ലാം വിക്രമാദിത്യ രാജാവിനെ പറഞ്ഞു കേൾപ്പിച്ചത്. അത് കേട്ടപ്പോൾ ഈ സാഹസം ഏറ്റെടുക്കാൻ വിക്രമാദിത്യൻ തയ്യാറായി. അങ്ങനെ വിക്രമാദിത്യനും ഭട്ടിയും കൂടി വനജഗിരി താഴ്വരയിലെ ആ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. താമസിയാതെ വിക്രമാദിത്യനും ഭട്ടിയും വനജഗിരി താഴ്വരയിൽ എത്തി.
ശാന്തമുഖിയായി സുമംഗള നദി ഒഴുകുന്നത് അല്പനേരം നോക്കി വിക്രമാദിത്യൻ അവിടെ തന്നെ നിന്നു. ചുറ്റും തലയുയർത്തി നിൽക്കുന്ന മലനിരകൾക്ക് നടുവിലായി നിരവധി വൃക്ഷങ്ങൾ നിറഞ്ഞ സമതലത്തിന് ഒരു തപോവന പ്രകൃതമായിരുന്നു. വിക്രമാദിത്യനും ഭട്ടിയും നദിയിൽ സ്നാനം നടത്തിയ ശേഷം ഭദ്രാക്ഷേത്രത്തിൽ ദർശനവും നടത്തി. ശിലാലിഖിതത്തിൽ കാണപ്പെട്ട നിർദ്ദേശം അനുസരിച്ചുള്ള വൻവൃക്ഷവും അതിൽ ഉയരത്തിൽ കെട്ടിത്തൂക്കിയിട്ട 7 ഉറികളും അവർ സാഗൂതം നോക്കി നിന്നു. വട്ടത്തിൽ തൂക്കിയിട്ട ആ ഉറികൾ ഒറ്റ വെട്ടിന് മുറിക്കണം. പിന്നെ അതേ ക്ഷണത്തിൽ നദീമധ്യത്തിലുള്ള ശൂലാഗ്രത്തിൽ തലകീഴായി ചെന്ന് പതിക്കുകയും വേണം. അതിപ്രഗത്ഭനായ ഒരു അഭ്യാസിക്ക് മാത്രമേ അത് സാധ്യമാകൂ. ഈ ലോകത്തിൽ ഇത്ര വലിയ സാഹസ്യ പ്രവൃത്തി ചെയ്യാൻ വിക്രമാദിത്യ മഹാരാജാവിനല്ലാതെ മറ്റാർക്കും കഴിയില്ല, ഭട്ടി ഉറപ്പിച്ചു പറഞ്ഞു. എങ്ങനെയെന്ന ചിന്തയായിരുന്നു രാജാവിൻ്റെ മനസ്സിൽ. ഭട്ടി തൻ്റെ ഉള്ളിൽ ഉദിച്ച ബുദ്ധി വിക്രമാദിത്യ രാജാവിന് പറഞ്ഞു കൊടുത്തു. അതിങ്ങനെയായിരുന്നു: ആദ്യം മരത്തിൽ കയറി ഒരു ഉറിയിൽ ഇടതുകാല് ഉറപ്പിക്കണം. എന്നിട്ട് വലത് കാലുകൊണ്ട് ഉറികളെ ഓരോന്നായി അടുത്തെത്തിക്കണം. അതിനുശേഷം 1 വട്ടം ചുറ്റിയാൽ 7 ഉറികളും ഒന്നായി പിണഞ്ഞു വരും. പിന്നെ ഒറ്റ വെട്ടിന് എല്ലാ ഉറികളും മുറിക്കാൻ എളുപ്പമാണ്. ഭട്ടി പറഞ്ഞ രീതിയിൽ ഉറികൾ വെട്ടിമുറിച്ചാൽ താൻ ഉൾപ്പെടെ നേരെ നദിയിലേക്കാണ് വീഴുക. ആ വീഴ്ച ശൂലത്തിന്റെ മുകളിലേക്ക് ലക്ഷ്യമാക്കണം, അതും തലകുത്തി. വിക്രമാദിത്യ രാജാവ് ചെയ്യാനുള്ളതെല്ലാം ഒന്നുകൂടെ മനസ്സിൽ കണക്കുകൂട്ടി. എന്നിട്ട് ശ്രീ പാർവതിയെ മനസ്സിൽ ധ്യാനിച്ച് ഉറയിൽ നിന്ന് ഊരിയ വാളുമായി വിക്രമാദിത്യൻ ആ വലിയ വൃക്ഷത്തിലേക്ക് കയറി ഉയരത്തിലെത്തി ഭട്ടി പറഞ്ഞതുപോലെ ഇടതുകാൽ നീട്ടി ഒരു ഉറിയിൽ ഉറപ്പിച്ചു. പിന്നീട് വലതുകാൽ നീട്ടി മറ്റെല്ലാ ഉറികളെയും ഒന്നിച്ചാക്കി. ഒരു കൈകൊണ്ട് ഉറിയിൽ പിടിച്ച് വലതുകാലുകൊണ്ട് മറ്റെല്ലാ ഉറികളെയും അടുത്ത് പിടിച്ച് 2 കറക്കം. 7 ഉറികളും ഒന്നായി പിരിഞ്ഞു പിണഞ്ഞു. പിന്നെ താമസിച്ചില്ല, വലത് കൈയിലെ വാളുപയോഗിച്ച് മുകൾ ഭാഗം വെട്ടിമാറ്റി. അതോടെ ഉറികളും രാജാവും താഴേക്ക് പതിച്ചു. ഉറികൾ പുഴയിലേക്ക് വീണു. പക്ഷേ നമ്മുടെ ധീരനായ രാജാവ് വായുവിൽ 2 മലക്കൊക്കെ മറിഞ്ഞ് നേരെ ശൂലത്തിന് മുകളിലേക്ക് തലകുത്തി വീണു. ശൂലമുനയിൽ തല തൊട്ടില്ല എന്നായപ്പോൾ അത്ഭുതം! 2 മനോഹരമായ കരങ്ങൾ അദ്ദേഹത്തെ താങ്ങി. ശ്രീ ഭദ്രാദേവിയുടെ കൈകളിൽ താൻ സുരക്ഷിതനാണെന്ന് വിക്രമാദിത്യൻ അറിഞ്ഞു. ശ്രീഭദ്ര പ്രത്യക്ഷമായിരിക്കുന്നു. കരയിലെ വൃക്ഷച്ചുവട്ടിൽ അദ്ദേഹത്തെ എത്തിച്ചിട്ട് ദീർഘമായ തൻ്റെ കരങ്ങളാൽ വിക്രമാദിത്യനെ അനുഗ്രഹിച്ചിട്ട് ഭഗവതി മറഞ്ഞു. ഭക്തി പാരമ്യത്തിൽ ആറാടിയ വിക്രമാദിത്യനും ഭട്ടിയും ക്ഷേത്രത്തിലേക്ക് ഓടിപ്പോയി. എന്നിട്ട് ദുർഗാദേവിയെ വണങ്ങി ആയുരാരോഗ്യ സമ്പദ് സമൃദ്ധിക്കായി പ്രാർത്ഥിച്ചു. ഭഗവതി വിക്രമാദിത്യന് ശ്രേഷ്ഠങ്ങളായ വരങ്ങൾ നൽകി. വിക്രമാദിത്യ മഹാരാജാവിനും പ്രജകൾക്കും സകലവിധ ഐശ്വര്യങ്ങളും ദേവി പ്രദാനം ചെയ്തു. ഹായ് കൂട്ടുകാരെ, വിക്രമാദിത്യ രാജാവിൻ്റെ സാഹസികത ഇഷ്ടപ്പെട്ടോ? ഇനിയും ഒത്തിരി സാഹസികതകൾ നിറഞ്ഞ വിക്രമാദിത്യ കഥ തുടരുകയാണ്. കഥകൾ ഇഷ്ടമാകുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകൂടാൻ മറക്കല്ലേ. നാളെ പുതിയ കഥയുമായി വരുന്നതുവരെ ബൈ.